ഹരാരി എന്നുള്ള പ്രസിദ്ധനായിട്ടുള്ള ചരിത്രകാരനും എഴുത്തുകാരനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച സേപ്പിയൻസ് എന്ന പുസ്തകം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. ആ പുസ്തകത്തിൽ ഹരാരി പറയുന്നത് മനുഷ്യര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന് സാധ്യതയുള്ള ഒരു സ്പീഷീസാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന വസ്തുതകളെ കുറിച്ചല്ല, നമ്മൾക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് യാതൊരു രീതിയിലും വസ്തുതാപരമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും എല്ലാം നമുക്ക് ഒരു പ്രത്യേക കഴിവ്. ഇതിനെ അദ്ദേഹം പറയുന്നത് കെട്ടുകഥകളെ വിശ്വസിക്കാൻ ഉള്ള പ്രത്യേക കഴിവ് അത് മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യര് കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല വിചിത്രമായിട്ടുള്ള മതവിശ്വാസങ്ങളും പുലർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ഒരു ആൾക്കൂട്ടമായിട്ട് ഒരു നേതാവിന്റെ കീഴിൽ അണിചേരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നമ്മൾ നമ്മുടെ സമർപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതില് ഭാഷയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് കുറച്ച് ചിന്തിക്കുന്നത്. ഈ കെട്ടുകഥകളിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ നാമം നൽകി ആ നാമം ആ ഒരു വ്യക്തി അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ നാമം വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വിളി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വിളിക്കുന്ന ആളും കേൾക്കുന്ന ആളും ആ ഒരു കെട്ടുകഥയിൽ ഒരേപോലെ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു വിശ്വാസം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഹരാരി പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് കെനിയയിൽ നടന്ന ഒരു പഠനം, ആഫ്രിക്കൻ ആനകൾ വ്യക്തികൾക്ക് ആനകൾ പേരിടുന്നു, അങ്ങനെ പേരിട്ട് വിളിക്കുന്നു. ആ വിളി കേട്ട് കഴിഞ്ഞാൽ ആനകൾ ആ പേരുള്ള ആന പ്രതികരിക്കുന്നു എന്നുള്ളത് ഒരു പഠനത്തിലൂടെ വെളിവായിട്ടുണ്ട്. ആനകളുടെ സംഭാഷണത്തെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആനകള് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ശബ്ദത്തിലൂടെ, അതുപോലെ തന്നെ ചില ആംഗ്യ ശരീരഭാഷയിലൂടെ, നിലത്ത് ചവിട്ടി ഒരു വൈബ്രേഷൻ ഉണ്ടാക്കി, അങ്ങനെ പല രീതിയിൽ, ടച്ചിലൂടെ, തൊട്ട് സംസാരിക്കുക, അങ്ങനെ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതിനു മുമ്പും ഭാരതീയമായിട്ടുള്ള പഠനങ്ങളുമുണ്ട്. വിദേശങ്ങളിൽ, ആഫ്രിക്കയിലും മറ്റ് ഏഷ്യൻ കൺട്രീസിലുമൊക്കെ നടന്ന പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ആനകൾക്ക് പേരുകളുണ്ട്, അവർ തമ്മിൽ പേരുകൾ നൽകുന്നുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആനകളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കേൾക്കാവുന്ന രീതിയിലുള്ള ഒരു വിളിയിലൂടെ, ചിഹ്നം വിളി, വളരെ ഉയർന്ന ശബ്ദത്തിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട് നമ്മൾ. അതുകൂടാതെ നമ്മുടെ കേൾവിയുടെ ഒരു റേഞ്ചിൽ നിന്ന് താഴ്ന്ന് ഒരു സബ്സോണിക് ലെവലിൽ നിന്നുകൊണ്ട് ചെറിയ ഫ്രീക്വൻസിയിൽ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും ഇതിനു മുമ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആനകളുടെ ഈ പേരുവിളി എന്ന് പറയുന്നത് വളരെ മെലോഡിയസ് ആയിട്ടുള്ള, ഹാർമോണിക് ആയിട്ടുള്ള ഒരു ലോ ഫ്രീക്വൻസി സൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ആനകൾ, ഈ വിളി കേൾക്കുന്ന ആനകൾ അതിനെ റെസ്പോണ്ടും ചെയ്യുന്നുണ്ട്, പലപ്പോഴും തിരിച്ചും സംവദിക്കുന്നുണ്ട്. ഈ ലോ ഫ്രീക്വൻസി റംബിൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ലോ ഫ്രീക്വൻസി റംബിള് 10 കിലോമീറ്ററോളം ദൂരത്തിൽ അതിന് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ആനകൾ പേര് വിളിക്കുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആനകളെ കണ്ടെത്താനും അവരെ തിരിച്ച് കൂട്ടത്തിലേക്ക് വിളിക്കാനും വേണ്ടിയിട്ടാണ്. സാധാരണ മുതിർന്ന ആനകൾ പ്രായം കുറഞ്ഞ ആനകളെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഈ സംഭാഷണം കൂടുതൽ നടക്കുന്നത്, പേരുവിളി കൂടുതൽ നടക്കുന്നത് ഈ മുതിർന്ന ആനകളും പ്രായം കുറഞ്ഞ ആനകളും തമ്മിലാണ്. പ്രായം കുറഞ്ഞ ആനകൾ കൂട്ടം തെറ്റി എവിടെയെങ്കിലും മാറിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ വർഷങ്ങളോളം നടത്തിയ പഠനത്തിൽ നിന്നും AI മുതലായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ഓരോ വ്യക്തിക്കും പ്രത്യേകമായിട്ടാണ് ആനകൾ പേരിടുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ആനകളുടെ ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്, മനുഷ്യർക്ക് എങ്ങനെയാണോ കെട്ടുകഥകളിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കഴിവ്, അതുപോലെ തന്നെ മനുഷ്യരോട് അത്ര കോംപ്ലക്സ് ആയിട്ടില്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ ആനകൾക്കും ഉണ്ട് എന്നുള്ള വസ്തുത നമ്മളിപ്പോഴും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആനയുടെ ബ്രെയിൻ മനുഷ്യന്റെ ബ്രെയിനിനേക്കാൾ വലുതാണ് എങ്കിലും മനുഷ്യന്റെ ബ്രെയിനിനെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമല്ല ആനയുടെ ബ്രെയിനിൽ നടക്കുന്നത്. പക്ഷെ ചില ഏരിയാസ്
മനുഷ്യരെക്കാളുമോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ ദീർഘമായിട്ടുള്ള ഓർമ്മകൾ സൂക്ഷിക്കുക തുടങ്ങിയ പല കാര്യങ്ങളിലും ആനകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഒരുപക്ഷെ മനുഷ്യരെക്കാൾ കഴിവ് ഈ കാര്യങ്ങളിലുണ്ട്. ചില കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിന് മനുഷ്യരെക്കാൾ കൂടുതൽ കഴിവ് ആനകൾക്കുണ്ട്. ഇത്തരം പഠനങ്ങൾ മറ്റ് മൃഗങ്ങളിലും നടത്തിയിട്ടുണ്ട്. വളരെ വലിയ ബ്രെയിൻ സൈസ് ഉള്ള മൃഗങ്ങളാണ് തിമിംഗലങ്ങളും ഡോൾഫിൻസും. അതിൽ പ്രത്യേകിച്ച് ഡോൾഫിൻസിന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ട് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ പോണ്ടർ ലാബിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓർക്കകളെ കുറിച്ച് അവരുടെ ഭാഷകളുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഡയലക്ട്സ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ഭാഷാ ശൈലിയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ഈ ഒരു പേഴ്സണൽ വോൾക്കലൈസേഷൻ, അതായത് ഒരു വ്യക്തിക്ക് പേരിട്ട് വിളിക്കുക എന്നുള്ളതിന് സമാനമായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ശബ്ദത്തെ ഇമിറ്റേറ്റ് ചെയ്ത് മറ്റുള്ള ഡോൾഫിൻസ് വിളിക്കുമ്പോൾ ആ വ്യക്തിയെ വിളിക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വസ്തുത നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊരു യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സൗണ്ട് ഒരു വ്യക്തിക്ക് നൽകുക, അതിനാണല്ലോ നമ്മൾ പേരെന്ന് പറയുന്നത്. ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ പേര് നൽകിയിട്ട് അങ്ങനെ ഒരു വോക്കലൈസേഷൻ നൽകി വിളിക്കുന്നത് നമ്മൾ വേറെ ഒരു സ്പീഷ്യസിലും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ തത്തകളിൽ, പാരറ്റ്സിൽ അവര് പേര് വിളിക്കുന്നത് ഇമിറ്റേഷനാണ്, പ്യുവർ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ്. അങ്ങനെയുള്ള ഒരു വോക്കൽ ഇമിറ്റേഷൻ അല്ല ഇത് ഇവിടെ ആനകൾ നടത്തുന്നത്. വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു സൗണ്ട് ഒരു വ്യക്തിക്ക് നൽകുക എന്നുള്ള കാര്യം, ഇത് തീർച്ചയായിട്ടും അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ ഒരു സൂചന തന്നെയാണ്. ആ രീതിയിൽ ഉള്ള അബ്സ്ട്രാക്ട് തിങ്കിങ്സ് ഒരു പക്ഷേ ആനകൾ കൂട്ടത്തോടെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ, ഒരു ആന അതിൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ നടത്തുന്ന ഗ്രീറ്റിങ്സിനെ കുറിച്ച് നമ്മൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അത് തുമ്പിക്കൈ കൊണ്ട് തൊട്ടും ചെവി പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടുമൊക്കെയാണ് ഈ ഗ്രീറ്റിങ്സും സംഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത്. ആ രീതിയിൽ ചില പഠനങ്ങളിൽ നമുക്കുള്ള ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൻ്റെ ഒരു ദിശയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ഇനി വരുന്ന പഠനങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. ആനകളെ കുറിച്ച് ഇത്ര നമ്മൾ ബോധേഡാവേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും, ആനകൾ ഇന്ന് വൈൽഡായിട്ട് ജീവിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും വലിയൊരു സംഘർഷം മനുഷ്യരും ആനകളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 300-400 ആനകൾ ഓരോ വർഷവും കൊല്ലപ്പെടുകയാണ് മനുഷ്യരുമായിട്ടുള്ള സംഘർഷത്തിൽ. ചിലപ്പോഴത് ട്രെയിൻ ഇടിച്ച്, ഹൈവേ ക്രോസ് ചെയ്യുമ്പോൾ ട്രക്ക് ഇടിച്ച്, ഇങ്ങനെ പല രീതിയിൽ 300-400 ആനകൾ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെ തിരിച്ച് ആനകൾ ഏതാണ്ട് 100-150 മനുഷ്യരെ ഓരോ വർഷവും കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇതൊരു മനുഷ്യരുമായിട്ടുള്ള സംഘർഷമായിരുന്നെങ്കിൽ വലിയൊരു എത്തനിക് കോൺഫ്ലിക്ട്സ്, ഒരു കമ്മ്യൂണൽ ഫ്ലെയറപ്പ് ആയിട്ട്, ഒരു ക്ലാഷ് ആയിട്ട് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. മൃഗങ്ങളായതുകൊണ്ട് അത് നമ്മളുടെ വാർത്തകളിൽ 1-2 ദിവസം മാത്രമേ ഒരിടം കിട്ടുന്നുള്ളൂ. എന്നാൽ ഇത് ഗൗരവപൂർവ്വം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ആനകളെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലാക്കുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യ സമൂഹങ്ങൾക്ക് ആനകളുമായിട്ടുള്ള ഒരു ബെറ്റർ കണക്ടിവിറ്റി ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആസാമിൽ ആനകൾക്ക് വേണ്ടി ചില വിളികൾ വെച്ചുകൊണ്ട് ആനകളെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ചില പ്രത്യേക കോൾസ്, ആ കോൾസ് മെറ്റേണൽ കോൾസ് എന്ന് പറയും. ആ കോൾസ് വെച്ച ആനകൾ പിന്നീട് മനുഷ്യ സമൂഹങ്ങളെ ആക്രമിക്കാത്ത രീതിയിൽ പിന്തിരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ആ രീതിയിൽ പ്രത്യേക തരത്തിലുള്ള സ്മെൽസ്, ചില ചില്ലീസിന്റെ സ്മെൽസൊക്കെ ആനകളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും അത് പിന്തിരിഞ്ഞു പോകുന്നതും ഒക്കെ ആയിട്ട് കാണാം. ഈ രീതിയിൽ ഇപ്പം നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അബ്സ്ട്രാക്ട് തിങ്കിങ് ആനകൾക്കുണ്ടെങ്കിൽ, പേര് വിളിക്കത് റെസ്പോൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് യൂസ് ചെയ്തും നമുക്ക് ആനകളെ കുറച്ചുകൂടി മനുഷ്യരെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും. ഇത് കെനിയയിലും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഈ പറയുന്ന പേരുകൾ, ആനകൾക്ക് നൽകിയിട്ടുള്ള പേരുകൾ മനസ്സിലാക്കിയിട്ട് ആ റെക്കോർഡഡ് സൗണ്ട്സ് ആനകൾക്ക് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
അവരതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴിത് ഈ ഒരു അറിവ് വലിയൊരു ആനകളും മനുഷ്യരും തമ്മിലുള്ള സമന്വയിച്ച് ജീവിക്കുന്നതിൻ്റെ പുതിയ ഒരു ചാപ്റ്റർ തുറക്കുന്നതിന് വേണ്ടി ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആനകളുമായിട്ടുള്ള സംഘർഷം ഒരു ഡെയിലി വാർത്തയിൽ നിൽക്കുമ്പോൾ, ഒരു ദൈനംദിന പ്രോബ്ലമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. ആനകളുടെ പേര് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിക്കും ഒരു പേരുണ്ട്. ആ പേര് വിളിച്ചു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആനകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആനകളെ കെയർ ചെയ്യുന്ന മാൻഹോട്ട്സ്, ആനപ്പാപ്പാന്മാർക്ക് അതിന് പരിശീലനം കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാങ്കേതിക വിദ്യ യൂസ് ചെയ്തുകൊണ്ട് ഈ ശബ്ദങ്ങളെ നമ്മൾ റെക്കോർഡ് ചെയ്ത് തിരിച്ച് കേൾപ്പിക്കുക എന്നുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സംഘർഷം കുറച്ചുകൂടി നമുക്ക് മയപ്പെടുത്താൻ സാധിക്കും. അന്തിമമായിട്ട് ഈ സംഘർഷം നടക്കുന്നത് ആനകളുടെ സ്പേസിലേക്ക് മനുഷ്യർ കടന്നു കയറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് നമുക്ക് ഒരുപക്ഷെ എളുപ്പത്തിൽ ഒരു പ്രതിവിധി ഉണ്ടാകാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് നമ്മുടെ ഉള്ള റിസോഴ്സസിനെ, ഇപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വനഭാഗങ്ങളെങ്കിലും റിസർവ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വന്യമൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ആ ബൗണ്ടറീസിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ആനകളുമായിട്ട് സഹവസിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ മയപ്പെടുത്തി, ഇന്നത്തെ സംഘർഷം കുറച്ചുകൂടി മയപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം.